Welcome back to the chapter 6. നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നത് സെറ്റിലെ വിവിധതരം ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. നമ്മൾ മാത്തമാറ്റിക്സിൽ സംഖ്യകൾ തമ്മിൽ കൂട്ടാം, കുറക്കാം, ഗുണിക്കാം, ഹരിക്കാം അല്ലെ. അതുപോലെ സെറ്റിലുമുണ്ട് ഓപ്പറേഷൻസ്. എങ്ങനെയാണ് രണ്ട് സെറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക, അത് കൂട്ടലാണോ കുറക്കലാണോ, അതിന്റെ ആ ഒരു ഓപ്പറേഷന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്പറേഷൻ യൂണിയൻ ഓഫ് സെറ്റ്സ്. സെറ്റുകളുടെ യൂണിയനെ കുറിച്ചാണ് പറഞ്ഞത്. Let A and B are two sets. Then the union of A and B contains all the elements of A and all the elements of B. The common elements are taken only once. A യും B യും രണ്ട് സെറ്റുകളാണ് എങ്കിൽ ആ സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ എടുക്കുന്നത് ഇങ്ങനെയാണത്. സിമ്പിൾ ഉപയോഗിച്ചത് ഈ ചിഹ്നം യൂണിയൻ എടുക്കണം. നമ്മളിതിന് മുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു ഷേപ്പ് അല്ലെ, ഇത് കുറച്ച് ലെങ്തി ആയിട്ട് നീളത്തിലാണ്. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ലെങ്ത് ഇല്ല, കുറച്ചുകൂടി വീതി ഷേപ്പ് അല്ലെ, കുറച്ച് വണ്ണം കൂടിയ ഷേപ്പിലാണ്. ഇതിനെ യൂണിയൻ എന്നാണ്, എ യൂണിയൻ ബി എന്നാണ് പറയുന്നത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതും ഒരു സെറ്റാണ്. ആ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സുകളൊക്കെ ചേർത്തതാണ്. എയിൽ കുറെ എലമെന്റ്സ് ഉണ്ട്, ബിയിൽ വേറെ കുറെ എലമെന്റ്സ് ഉണ്ട്. അപ്പോ എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സുകളൊക്കെ ഒരു സെറ്റിനുള്ളിലേക്കാണ്. എയിലും ബിയിലും അഥവാ കോമൺ എലമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം എഴുതും. ഓക്കെ, സോ the set A union B contains all the elements of A and all the elements of B. Common elements are taken only once. A union B ആളുകൾ എന്ന് പറഞ്ഞാൽ A union B എന്ന് പറയുന്ന സെറ്റ് ആണ്, സെറ്റ് ഓഫ് X ആണ്. ആ X എവിടെ ഉണ്ടാവും? belongs to A. ഒന്നുകിൽ അത് A യിൽ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ എവിടെ ഉണ്ടാകും? B ഉണ്ടാകും. ഒന്നുകിൽ എയിൽ അല്ലെങ്കിൽ ആ സംഖ്യകളൊക്കെ ബി. അങ്ങനെയുള്ള സംഖ്യകളുടെ എലിമെന്റ്സുകളുടെ കളക്ഷൻ എന്ന് പറയാം എ യൂണിയൻ ബി എന്ന് പറയാം. ഈ റൊട്ടേഷൻ യൂണിയൻ എന്നാണ് സൂചിപ്പിക്കാം. ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ഇതില്ലേ, ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കാൻ ഇങ്ങനെ ഉപയോഗിക്കുക, ഈ സെറ്റ് ഉപയോഗിക്കും. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എക്സ് ആണ്. ആ എക്സുകൾ ഒന്നുകിൽ എയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബിയിലും, എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാൽ മതി. ഇനി രണ്ടിലുണ്ടായ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം. For example, A equal to 7, 8, 9, 11. B equal to 9, 10, 11, 12. ഇത് A, ഇത് B ആണ്. എങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ് സിംബൽ ഉപയോഗിച്ചത്. അതിലെ എലമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം എഴുതണം, ഇതും എഴുതണം. കോമൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതണം. അപ്പൊ ഏത്തെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും, ബിത്തെ എല്ലാ എലമെന്റ്സ് എഴുതണം. കോമൺ വരുമ്പോ ഒരു പ്രാവശ്യം എഴുതുക. അപ്പൊ 7, 8, 9, 11 എന്തായാലും ഉണ്ടാവും അല്ലെ. ഇനി അത് എഴുതണം. 9 അതുകൊണ്ട് ഉണ്ട്, അപ്പൊ ഇനി എഴുതേണ്ട ആവശ്യം. 10 ഇവിടെ ഇല്ല, അതുകൊണ്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ 11 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇനി എഴുതണ്ട. 12 അവിടെ ഇല്ല. ഓക്കെ, 10, 9 രണ്ട് പ്രാവശ്യം, അതുപോലെ 11 രണ്ടിലുണ്ട്, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എലമെന്റ്സുകൾ റിപ്പീറ്റ് ചെയ്താലും സെറ്റിന് മാറ്റം ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് ആ രണ്ട് സെറ്റുകളുടെ യൂണിയൻ. ഓക്കെ, A equal to 1, 2, 3, 4. B equal to 7, 9, 10. Find A union B. A union B കാണും. A union B കാണുന്നതാണ് എയുടെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും ഒറ്റ സെറ്റിലാണ്. അപ്പൊ ഇതെല്ലാം എഴുതണം, പിന്നെ അതും എഴുതണം അല്ലെ. 1, 2, 3, 4. ഇനി ഇതും എഴുതണം. കോമൺ ആയിട്ടുണ്ടെങ്കിൽ എഴുതാം. 7 ഇതിലില്ല, അപ്പൊ എഴുതണം. 9 ഇതിലില്ല, അതുകൊണ്ട് എഴുതണം. 10 ഇതിലില്ല, എഴുതണം. ഓക്കെ, ഈ സെറ്റിലത്തെ ഒരു എലമെന്റും ഈ സെറ്റിലില്ല, ആ സെറ്റിലെ ഒരു എലമെന്റും ഈ സെറ്റിലും ഇല്ല. രണ്ടും കോമൺ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റാണ്. ഇവർക്ക് കോമൺ എലമെന്റ്. അതുകൊണ്ട് അവരുടെ യൂണിയൻ എടുത്താൽ ഇത് 4 എണ്ണം, അത് 3, മൊത്തം 7 എണ്ണം വരും. ഓക്കെ,
നേരത്തെ നമ്മൾ പറഞ്ഞു ആ രണ്ട് സെറ്റിൽ കോമൺ എലമെന്റ്സ് ഇല്ലാതെ ഒഴിവാക്കിയാൽ മതി. ഇത് കോമൺ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റാണ്. അതുകൊണ്ട് യൂണിയൻ എടുക്കുമ്പോൾ ഈ 4 പിന്നെ ഈ 3 അടക്കം 7 എലമെന്റ്സുകൾ വരും. ഓക്കെ. ഇനി ബി യൂണിയൻ എ എന്തായിരിക്കും? ബി യൂണിയൻ എ ബിത്തെയും എത്തെയും യൂണിയൻ എടുക്കാം. ബിത്തെ എലമെന്റ്സും എത്തെ എലമെന്റ്സും എഴുതാം. അത് ആദ്യം ബിത്തെ എലമെന്റ്സ് എഴുതുന്നില്ല. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബി എലമെന്റ്സ് ഒരു സെറ്റിലാക്കി എഴുതാം. അത് തന്നെയാണ് ബി യൂണിയൻ എത്തെയും ബിത്തെ സെറ്റ് ഒരു എലമെന്റ്സ് ഒരു സെറ്റിൽ എഴുതാം. അത് ബിത്തെ എഴുതിയിട്ട് എത്തെ എഴുതാം, എത്തെ എഴുതിയിട്ട് ബിത്തെ എഴുതാം, മിക്സ് ചെയ്താം. 1 എഴുതാം, പിന്നെ 9, പിന്നെ 2 അങ്ങനെ മിക്സഡ് ഒക്കെ എഴുതാം. അതായത് എ യൂണിയൻ ബിത്തെ എലമെന്റ്സ് തന്നെയായിരിക്കും ബി യൂണിയൻ ഉണ്ടാവുക. 1 2 3 4 7 9. സോ എ യൂണിയൻ ബി തന്നെയായിരിക്കും എന്ത്? ബി യൂണിയൻ എ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആണ്. അതാണ് അടുത്ത ഓപ്പറേഷൻ. The intersection of sets A and B is the set of all elements common to both set A and B. A എന്നും B എന്നും രണ്ട് സെറ്റുകളും ആ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു സെറ്റാണ്. A intersection B is also a set which contains all the elements common to both A and B. A ക്കും B ക്കും കോമൺ ആയിട്ട് പൊതുവായുള്ള എല്ലാ എലമെന്റ്സുകളുടെയും സെറ്റിനെയാണ് A intersection B എന്ന് പറയും. This symbol is used to denote intersection. This one for the union and this one for intersection. A ഒരു സെറ്റ് B ഒരു സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ മറ്റൊരു സെറ്റ് ആയിരിക്കും. അതിനെ ഇങ്ങനെയാണ് സിമ്പിൾ ഉപയോഗിച്ചത് A intersection B. A intersection B യിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയിലും ഉണ്ടാവും ബിയിലും രണ്ടിലും ഉണ്ടെങ്കിൽ അത് കോമൺ ആയി വരുന്ന എലമെന്റ്സ്. എക്കും ബിക്കും കോമൺ ആയി വരുന്ന എലമെന്റ്സ് അതിനെയാണ് എന്താ പറയുക? ഇന്റർസെക്ഷൻ ഓഫ് ദാറ്റ് സെറ്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ആണ്. എല്ലാ എക്സുകളുമാണ്. എങ്ങനെയുള്ള എല്ലാ എക്സുകളാ? ആ എക്സ് എവിടെ ഉണ്ടാകും? എയിൽ. മാത്രമല്ല ആ സംഖ്യ എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം. സോ എക്സ് ബിലോങ്സ് ടു എ. നേരത്തെ ഓർമ്മ ഒന്നുകിൽ എ ഉണ്ടാവണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം. അതാണ് യൂണിയൻ. എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടായാൽ മതി അത് യൂണിയൻ ഉണ്ടാവും. ഇനി രണ്ടോടത്തുണ്ടെങ്കിലും യൂണിയൻ വരും. എന്നാൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ഉണ്ടാവണം ബിയിലും രണ്ടിലും ഉണ്ടാവണം. സോ എ ഇന്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് that x belongs to b. എയിലുമുണ്ട് ആൻഡ് പിന്നെയോ കൂടാതെ എവിടെയുണ്ട്? ബിയിലുമുണ്ട്. എയിലും ബിയിലും ഉള്ള ആൻഡ് ആണ് ഓറല്ല. ഓറാണെങ്കിൽ എയിൽ അല്ലെങ്കിൽ ഓർ ബിയിൽ. ഒന്നുകിൽ എയിൽ അല്ലെങ്കിൽ ബി. അത് മതി എ യൂണിയൻ ബി ഉണ്ടാവണം. എ ഇന്റർസെക്ഷനിൽ ഉണ്ടാവണമെങ്കിൽ എയിൽ ഉണ്ടാവണം ആൻഡ് പിന്നെയോ കൂടാതെ ബിയിലും ഉണ്ടാവണം. ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഡെഫിനിഷൻ. A equal to 5 6 7 11 20. B equal to 1 2 11 20 15. ഇതാണ് എ, ഇതാണ്. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ എയിലും ബിയിലും കോമൺ ആയിരുന്നു. 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 6 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 7 ഇവിടെ ഉണ്ട്, ഇതിലില്ല. 11 ഇതിലുണ്ട്, ഇതിലുമുണ്ട്, രണ്ടിലുമുണ്ട്. അതുകൊണ്ട് ഇന്റർസെക്ഷനിൽ 11 ഉണ്ടാവും. 20 ഇതിലുണ്ട്, അതിലുമുണ്ട്. സോ 20 ആൾസോ ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഇനി ഇവിടുത്തെ ആളുകൾ അവിടുന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആളുകൾ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടുത്തെ ആൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, രണ്ടിലുണ്ടെങ്കിൽ എന്താവുള്ളൂ? ഇന്റർസെക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് എ ഇന്റർസെക്ഷൻ. ഇനി ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലോ, ബിയിലും എയിലും കോമൺ, അതന്നെ എയിലും ബിയിലും കോമൺ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നോക്കിയാൽ ബി ഇന്റർസെക്ഷൻ എ രണ്ടും ഒന്ന് തന്നെ. രണ്ടിലും ഉണ്ടെങ്കിൽ രണ്ടിലുമുള്ള സംഖ്യയാണ് 11 20. അപ്പൊ 11 20 പഠിക്കും. ഇനി വേറെ നോക്കേണ്ട ആവശ്യമില്ല, അത് ബിയിലും എയിലും ഉള്ളത് തന്നെയാണ് എയിലും ബിയിലും. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് ബി ഇന്റർസെക്ഷൻ എ എന്നുള്ളത്. എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും ഈക്വൽ ആണ്. സെയിം ലൈക്ക് യൂണിയൻ. എ യൂണിയൻ തന്നെയല്ലേ ബി യൂണിയൻ, അതുപോലെ തന്നെയാണ് ഇന്റർസെക്ഷൻ. ഓക്കെ, എ ഈക്വൽ ടു 1 2 3 4 5, ബി ഈക്വൽ ടു 2 5 10. യൂണിയൻ കാണാൻ അറിയാം, ഇന്റർസെക്ഷൻ കാണാം അല്ലെ. യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും വെൻ ഡയഗ്രം ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. വെൻ ഡയഗ്രം കൺസിസ്റ്റ് ഓഫ് റെക്ടാംഗിൾ ആൻഡ് സർക്കിൾസ്. വെൻ ഡയഗ്രത്തിൽ എന്തൊക്കെ ഉണ്ടാവും?
റെക്ടാങ്കിൾ ഉണ്ടാവും, സർക്കിൾസ് ഉണ്ടാവും. സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ്സുകൾ വരുന്ന സബ്സെറ്റുകളെ. ഓക്കെ, ഇത് വരുന്നതോ ഗണ്ഡകത്തില് റെക്ടാങ്കിൾ വരുന്നത് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഏഴ് 1 2 3 4 5 ഇത്രയും ഒരു സെറ്റാണ്. അപ്പൊ നമ്മൾ ആ ഏഴിലുള്ള സെറ്റിന് സബ്സെറ്റിലെ ഇതൊരു സെറ്റാണ്. ആ എലമെന്റ്സുകൾ നമ്മൾ ഈ സെറ്റിലേക്ക് 1 2 3 4 5 4 സ്ഥലങ്ങളാണ്, 5 സ്ഥലങ്ങൾ. ഈ സെറ്റിന്റെ പേരാണ് എ. അടുത്ത സെറ്റ് 2 5 10 ആണ്. ആ 2 5 10 ഉള്ളിൽ വരും. 2 5 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാണ് ഇതിൽ ബിയിൽ എന്തൊക്കെ 2 5 ഓൾറെഡി ഉണ്ട്, രണ്ടിലുണ്ട്. രണ്ടിലും 2 5 കോമൺ ആണ്. സോ 2 5 ഉൾപ്പെടുത്തിയ ഒരു സർക്കിൾ വരച്ചു. ആ 2 5 അല്ലാതെ 10 ഇപ്പുറത്ത് വരും. രണ്ട് സെറ്റിലും കോമൺ ആയി വരുന്നത് ഏതൊക്കെ 2 5 ആണ്. അപ്പൊ രണ്ടിലും കോമൺ ആയി വരുന്ന ഇന്റർസെക്ഷൻ ഇത് മൊത്തം വരുന്ന ഈ ഒരു കളക്ഷൻ അതിനെയാണ് എന്ത് പറയാ എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഏതൊക്കെ ഉണ്ടാകുക 1 മുതൽ 5 വരെ ഉണ്ടാവും. പിന്നെ ഇതുണ്ടാവില്ലേ 1 2 3 4 5 ഉണ്ടാവും കോമ. പിന്നെ ഇത് വരും കോമൺ വരെ 2 5 ഓൾറെഡി വന്നത്. പിന്നെ 10. ഇതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഇത്ര ആളുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എ എലമെന്റ്സും ബി എലമെന്റും ഈ മൊത്തം കളക്ഷൻ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യാം. ഈ ഒരു ഷെയ്ഡിങ് കണ്ട ഇതാണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം. ഓക്കെ, ഇത് യൂണിവേഴ്സലാണ്. ക്ലിയർ? ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്കും ബിക്കും കോമൺ ആയിട്ട് അറിയുന്നത് 2 5 അല്ലേ കോമൺ. സോ എ ഇന്റർസെക്ഷൻ ബി 2 5 അല്ലേ. അതായത് എ എലമെന്റ്സുകൾ ഇവിടെ, ഇതിന് ബി എലമെന്റ്സ്. എയില് 1 2 3 4 5 അല്ലേ. 2 5 രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് ആ സർക്കിൾ വരുന്ന ഭാഗം. പിന്നെ 10 രണ്ടിലും ഇന്റർസെക്ഷൻ. രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും വരുന്ന ഭാഗം. ഈ 2 5 രണ്ട് സെറ്റിലും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ കണ്ടാ ഇതാണ്, ഈ ഭാഗമാണ് എന്ത് എ ഇന്റർസെക്ഷൻ ബി. ഇത് മൊത്തം വരുന്നത് എ യൂണിയൻ ബി ആണ്. ഓക്കെ, ഇനി ഈ സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ വരും. അപ്പൊ അവിടെ 2 5 ഇതിൽ കോമൺ ആണ്. ആ 2 5 ഇത് 12 ഉം 15 ഉം 10 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ തരാം 1 2 3 4 5 ശേഷം പിന്നെ 12 15 ഉം 10 ഉം ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ സെറ്റുകളുടെ യൂണിയൻ ഇങ്ങനെ വരാം. ഇത് ഒരു സെറ്റ് ചെയ്യാം. ഇതിൽ ഇത്രയും എലമെന്റ്സുകൾ ഉണ്ട്. പിന്നെ ബി ആണ് സെറ്റ്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് വേർട്ടനാണ് കണ്ടാ. ഇതാണ് ബി എന്ന സെറ്റ്. ഇതില് 12 15 ഉണ്ട്. അപ്പോ ഈ എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരും. അതോടൊപ്പം ഇത് മൊത്തം ചെയ്യും. ഇതായിരിക്കും അതിന്റെ എ യൂണിയൻ. അത്തരം കേസിൽ എ ഇന്റർസെക്ഷൻ ബി കണ്ടാൽ എന്ത് സംഭവിക്കാം? എക്കും ബിക്കും കോമൺ ആയിട്ട് ഈ സർക്കിൾ സെപ്പറേറ്റ് ആണ്, ജോയിൻ ചെയ്തിട്ടില്ല. ഇതുപോലെയല്ല. ഇതാണ് ശരിക്കും എക്കും ബിക്കും കോമൺ ആയ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടും ഒരു ബന്ധമില്ലാത്ത സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഉണ്ടാവില്ല. ഒന്നുമില്ലാത്ത സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഇങ്ങനെ വേറിട്ട് നിൽക്കാൻ കാരണം അത് എന്താണ്, ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ കോമൺ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. ഡിസ്ജോയിന്റ്. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ ആ രണ്ട് സെറ്റിലും കോമൺ എലമെന്റ്സ് ഉണ്ടാകാൻ പാടില്ല. അതായത് അവിടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. ഇന്റർസെക്ഷൻ എടുക്കാനുള്ള intersection of two sets is the set which contains common elements. കോമൺ എലമെന്റ്സിന്റെ സെറ്റ് ആണ് ഇന്റർസെക്ഷൻ. അപ്പോ കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ലായിരിക്കും. അതായത് അവരുടെ ഇന്റർസെക്ഷൻ എടുത്താൽ 5 കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം സെറ്റിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. D equal to 1 2 3 etc 10. 1 മുതൽ 10 വരെ. E equal to 2 4 6 8. F equal to 1 3 5 8 10. കണ്ടുപിടിക്കേണ്ടത് ഡി യൂണിയൻ ഇ കാണും. ഡി ഇന്റർസെക്ഷൻ എഫ്, ഇ യൂണിയൻ എഫ്, ഇ ഇന്റർസെക്ഷൻ എഫ്, 3 കാണും. ഓക്കെ, ഡി യൂണിയൻ ഇ. ഡിയുടെയും ഇയുടെയും യൂണിയൻ കാരണം ഡി ത്രീയും ഇ ത്രീ എലമെന്റ്സ് മൊത്തം എഴുതാം. കോമൺ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തത്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇതാ ഡിയും ഇ കേട്ടോ, ഇതും ഇതും 1 മുതൽ 10 വരെ ഡിയിലുണ്ട്, ഇയില് അതിന്റെ ഉള്ളിലത്തെ കുറച്ച് എലമെന്റ്സ് ഉണ്ട് അല്ലെ, ഇവരെല്ലാവരും ഇതിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 1 മുതൽ 10 വരെ എഴുതുമ്പോ തന്നെ ഇതില് എലമെന്റ്സ് മൊത്തം വന്നു അല്ലെ. അപ്പൊ എന്തെങ്കില 1 2 3 4 എക്സെട്രാ 10. പിന്നെ നമ്മൾ ഇതല്ലേ എഴുതേണ്ടത്, അതിന്റെ ഇവരുടെ യൂണിറ്റ് എടുക്കാന്ന ഈ 10 എഴുതിന് ശേഷം ഈ 4, പക്ഷെ ഈ 4ഉം ഇതിലുണ്ട് അല്ലെ. അതുകൊണ്ട് അവിടെ അവസാനിച്ചു. ഈ ഡിയുടെയും ഇയുടെയും യൂണിറ്റ് എടുത്താൽ എന്താ കിട്ടുക? 1 2 3 up to 10 ഇത് തന്നെയാണ് കിട്ടുക. അതായത് ഡി തന്നെയാണ് കിട്ടുക. കാരണം മറ്റൊന്നല്ല, ഈ സെറ്റിന്റെ സബ് സെറ്റാണ്, ഇതിന്റെ ഉള്ളിലുള്ള ഒരു സെറ്റാണ്, ഒരു സെറ്റിന്റെ ഉള്ളിലത്തെ ഒരു സെറ്റാണ് ഇത് അല്ലെ. അത്തരം വരുന്ന സെറ്റുകളുടെ യൂണിറ്റ് എടുത്താൽ അത് ഈ വലിയ സെറ്റ് തന്നെ ആയിരിക്കും. അത് ഡി ഇന്റർസെക്ഷൻ എഫ്, ഡിയും എഫിലും ഇന്റർസെക്ഷൻ ആയ യൂണിയൻ അല്ല, കോമൺ ആയിട്ട് പറയുമ്പോൾ ചേർന്നത് വലിയ സെറ്റ് 10 വരെയുള്ള സെറ്റാണ്. ഇതിന് കുറച്ചാവും അല്ലെ. രണ്ടിന് കോമൺ ആയിട്ടുള്ള തരുമ്പോ ചെയ്താൽ മതി, ഏറ്റവും ചെറിയ സെറ്റിൽ പോകണം. 1 ഇതിലുണ്ട്, കോമൺ എലമെന്റ്സ് മാത്രമാണ് 1 3 ഇതിലുണ്ട്, 5 ഇതിലുണ്ട്, ഇതിലുണ്ട് 8 അതിലുണ്ട്, ഇതിലുണ്ട് 10 അതിലുണ്ട്, ഇതിലുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കണേൽ നല്ല കിട്ടും. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ സെറ്റ് വലുതുണ്ടോ നോക്കി പോകാം. 1 അതിലുണ്ട്, 2 നോക്കാം, പിന്നെ 3 നോക്കാം. 10 പ്രാവശ്യം അങ്ങനെ നോക്കാൻ പകരം അത് ഇങ്ങോട്ട് നോക്കിയാൽ 5 പ്രാവശ്യം വരുള്ളൂ. യൂണിറ്റ് എടുക്കുമ്പോൾ വലുതെന്ന് പോകുക, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ചെറുതെന്ന് വലുതിക്കുക. അതാണ് ഇപ്പോ ഡി ഇന്റർസെക്ഷൻ എഫ്, ഇവരുടെ ഇന്റർസെക്ഷൻ എടുത്തപ്പോ നമുക്ക് കിട്ടിയത് ഈ സെറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റാണ്, ഇതിന്റെ ഉള്ളിലുള്ള ഒരു സെറ്റാണ് ഇത്. ഓക്കെ, അതുകൊണ്ട് ഇന്റർസെക്ഷൻ എടുത്താൽ അതിൽ ചെറിയ സെറ്റാണ്, ഇതിന്റെ ഉള്ളിലുള്ള ഒരു സെറ്റാണ്, അതുകൊണ്ട് യൂണിയൻ എടുത്താൽ ഈ വലിയ സെറ്റ്. ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് മറ്റൊരു സെറ്റ് എങ്കിൽ യൂണിയൻ എടുത്താൽ അതിൽ വലിയ ആ സെറ്റാണ്. ഇന്റർസെക്ഷൻ എടുത്താലോ ചെറിയ സെറ്റ്. ഇപ്പൊ ഇവരുടെ ഇന്റർസെക്ഷൻ ഇത് മുഴുവൻ, ഇതിലെ ഈ എലമെന്റ്സ് മുഴുവൻ ഇതിലുണ്ട്, അതുകൊണ്ട് ഇന്റർസെക്ഷൻ എടുത്താൽ ഇതാണ്. ഈ എലമെന്റ്സ് മുഴുവൻ ഇതിലുണ്ട്, അതുകൊണ്ട് ഇന്റർസെക്ഷൻ എടുത്താൽ ഇവരുടെ യൂണിയൻ എടുത്താൽ എന്താ സംഭവിക്കുക? ഈ സാധാരണ, കാരണം അത് മുഴുവൻ ഇതിലുണ്ട്. ഓക്കെ, ഇനി ഈ യൂണിയൻ എഫ് ആണ്, ഈക്കും എഫിനും യൂണിയൻ, ഈ എലമെന്റ്സും എഫ് എലമെന്റ്സും. അപ്പൊ ഈ എലമെന്റ്സ് ആദ്യം 2 4 6 8 അത് കഴിഞ്ഞു. ഇനി 1 3 5 8 ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ 1 3 5 8 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ശരി 10 ഇതാണ് ഇന്റെയും എഫിന്റെയും. ഇനി ഇന്റെയും എഫിന്റെയും ഇന്റർസെക്ഷൻ രണ്ടിനും കോമൺ, ഇതിന് ഫുൾ ഈവൻ നമ്പറാ. അപ്പൊ ഇതിൽ ഈവൻ ഉണ്ടോ നോക്കിയാൽ മതി. ഇത് ഉണ്ടാവില്ല, ഓടാണ്, ഒറ്റയാണ് 8ഉം 10ഉം, ഇതിന് 8 ഉണ്ട് അല്ലെ. അപ്പൊ 8 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് H. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും പ്രോപ്പർട്ടികളാണ് പറയുന്നത്. അത് നമുക്ക് യൂണിയന്റെ പ്രോപ്പർട്ടി നോക്കാം. എയും ബി രണ്ട് സെറ്റ് ആണ് കരുതിക്കോ. എ യൂണിയൻ ബി തന്നെയായിരിക്കും ബി യൂണിയൻ എ അല്ലെ. എയും ബി എലമെന്റ്സിന്റെ സെറ്റ് ഏതാണെന്ന് പറഞ്ഞാലും ബിയും എയും എലമെന്റ്സിന്റെ സെറ്റ് ഏതാ ഈക്വൽ ആണ്, ശരിയല്ലേ. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിൽ എയും ബി ആണ് ബ്രാക്കറ്റിൽ, ഇത് ബിയും സി ആണ്. അതായത് ഇത്രേ ഉള്ളൂ, 3 സെറ്റ് ചെയ്തത്. ആദ്യത്തെ 2 സെറ്റിന്റെ യൂണിയൻ എടുക്കും, എന്നിട്ട് ആ മൂന്നാമത്തെ സെറ്റ് കൂടെയൊക്കെ യൂണിയൻ എടുക്കുന്നത്. അവസാനത്തെ 2 സെറ്റിന്റെ യൂണിയൻ എടുത്തിട്ട് അതിലേക്ക് ആദ്യത്തെ സെറ്റിന്റെ യൂണിയൻ എടുക്കുന്നത് തുല്യമാണ്. ഓക്കെ, 3 സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യത്തെ 2 കൂട്ടിയിലേക്ക് മൂന്നാമത്തെ കൂട്ടുന്നതും അവസാനത്തെ 2 അല്ലേ ഇത് കൂട്ടിയിട്ട് ഒന്നാമത് 2 സെയിം അല്ലേ, അതുപോലെ തന്നെയാണ്. ഓക്കെ, എ യൂണിയൻ 5 എന്ന് പറഞ്ഞ സെറ്റാണ്. 1 2 3 4 5 5 എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റാണ്. ഒരു എംപ്റ്റി സെറ്റും ഒരു 1 2 3 4 5 സെറ്റും അവരുടെ യൂണിയൻ എടുത്താൽ രണ്ടിലും കോമൺ, രണ്ടിലും ഉൾപ്പാടുള്ളത് ഏഴ് 1 മുതൽ 5 വരെ ഉണ്ട്, മറ്റേ സെറ്റ് 5 ആണ്. അപ്പൊ ഒന്നിച്ച് എഴുതുമ്പോ ഏത് എലമെന്റ്സ് ഫുള്ള് വരും, പിന്നെ 5 അല്ലേ. അപ്പൊ ഏത് വരാം, എ തന്നെ ആയിരിക്കും, 5 ഒന്നുമില്ലല്ലോ. എയും എയും രണ്ടും ഒരേ സെറ്റ് തന്നെയാണ്. 1 2 3 4 5 എ, അതേമാതിരി പിന്നെ ഒരു 1 2 3 4 5. അപ്പൊ രണ്ടിലും യൂണിയൻ എടുക്കുന്നത് വരാം, അതിൽ മൊത്തം വരുന്ന സെറ്റ് എലമെന്റ്സ് തരാം 1 2 3 4 5 തന്നെയല്ലേ, അത് എ തന്നെ. ഇത് യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ സെറ്റും
എ എന്നുള്ള സെറ്റിന് യൂണിയൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു ഏത് സെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള. അപ്പൊ ഏത് പറഞ്ഞ സെറ്റ് 1 2 3 4 5 ആണ് എങ്കിൽ അതിന് യൂണിവേഴ്സൽ ആയിട്ട് വരാൻ പറ്റിയ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ 1 2 3 4 5നെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ അതിനേക്കാൾ വലിയൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലിന്റെ സബ് ആയിരിക്കും എപ്പോഴും ആ സെറ്റ് ഉണ്ടാകും. യൂണിവേഴ്സൽ എപ്പോഴും മറ്റു സെറ്റിനെ ഉൾക്കൊള്ളിക്കും. അതിൽ 1 മുതൽ 5 വരെ ഉണ്ട്, ഇതിൽ 1 മുതൽ 5 വരെ ഉണ്ടാവും, പിന്നെ അതിലേറെ ചിലപ്പോൾ ഉണ്ടാവും. എങ്കിലും ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക. അപ്പോ ഈ എലമെന്റ്സുകളൊക്കെ അതിൽ അപ്പൊ യൂണിയൻ എടുക്കുമ്പോ ഏത് എലമെന്റ്സും പിന്നെ ഈ യൂണിവേഴ്സൽ എലമെന്റ്സ് എടുക്കുമ്പോൾ യൂണിവേഴ്സലിൽ കുറെ ഉണ്ടാകും. അപ്പൊ ഇതായിരിക്കും യൂണിവേഴ്സലാണ് ആൻസർ. ഓക്കെ, ഇനി ഇന്റർസെക്ഷൻ രണ്ട് സെറ്റ്, ഇത് 1 മുതൽ 5 വരെ, ഇത് 4 മുതൽ 10 വരെ, 1 2 3 4 5, ഇതില് 4 5 6 7 9 10. അപ്പോ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാലും ബിക്കും എക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, രണ്ടിലും കോമൺ എലമെന്റ്സ് എടുത്തിരുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് ബി ഇന്റർസെക്ഷൻ. പിന്നെ 3 സെറ്റിൽ ആദ്യത്തിന്റെ ഇന്റർസെക്ഷൻ എടുത്തിട്ട് അതിന് മൂന്നാമത്തിന്റെ കൂടെ ഇന്റർസെക്ഷൻ എടുത്താലും അവസാനത്തോടെ ഇന്റർസെക്ഷൻ എടുത്തിട്ട് അതിന് ഒന്നാമത്തെ ഇന്റർസെക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഒരു എംപ്റ്റി സെറ്റ്, കാലിയായ സെറ്റ്, പിന്നെ എ 1 2 3 4 5 അവർക്ക് കോമൺ ആയിട്ട് രണ്ടിലും കോമൺ ആയിട്ട് ഇതിൽ 1 മുതൽ 5 വരെ ഉണ്ട്, അതിൽ 5 മാത്രമേ ഉള്ളൂ. ഏത് സെറ്റിലൊന്നുണ്ടാവും? സബ്സെറ്റ് ആകുമ്പോൾ 5 അല്ലേ, ഇതിലൊന്നുമില്ല, ഇതിൽ 5 വരെ ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, ഇത് എ ആണ്. എ എന്നുള്ള സെറ്റും എ എന്നുള്ള അതേ സെറ്റും പാടെ കോമൺ ആയിട്ട് ഉണ്ടാകും, രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇത് എ ആണ്. എനേക്കാൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ അതിനേക്കാൾ കുറച്ച് വലിയ സെറ്റ് 1 മുതൽ 5 വരെ ഉണ്ട്, ഇതിൽ 1 മുതൽ 5 വരെ ഉണ്ടാവും, ചിലപ്പോൾ അതിലാറുണ്ടാവും. എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒപ്പമായിരിക്കും. അപ്പൊ അവരുടെ ഇന്റർസെക്ഷൻ എടുത്താൽ എപ്പോഴും അത് ഈ സെറ്റ് ആയിരിക്കും. കാരണം ഇതിൽ 5 വരെ ഉള്ളൂ, ഇതിൽ 5 വരെ ഉണ്ട്, അത് ചിലപ്പോൾ അതിലേറെയും വരാം. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് ഏതാളുണ്ടാവുമല്ലോ. സോ ഇതാണ് ഈക്വൽ ടു ആൻസർ. ഇതാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. യൂണിയൻ പറഞ്ഞു, ഇന്റർസെക്ഷൻ പറഞ്ഞു അല്ലെ. ഇനി ഡിഫറൻസ്, രണ്ട് സെറ്റിന്റെ ഡിഫറൻസ്. The difference of two sets A and B in this order is the set of all elements in the set A but not belongs to the set B. A യും B രണ്ട് സെറ്റുകളാണ്. A യുടെയും B യുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ A minus B വരാറുണ്ട്, B minus A വരാറുണ്ട്. In this order A പറഞ്ഞിട്ട് B ആണെങ്കിൽ A minus B എന്ന ഓർഡർ A മൈനസ് ബി എന്നുള്ള ഒരു സെറ്റിന്റെ ഇതാണ് ഏത് ബി പറഞ്ഞു, മറ്റേത് ബി മൈനസ് സി. അത് വേറെ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സുമാണ് ബിയിലില്ലാത്ത, ബിയിലില്ലാത്തതും എയിലുള്ളതുമായ എലമെന്റ്സുകളുടെ കളക്ഷൻ എന്ന് പറയാ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. എയുടെയും ബിയുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പറയും, ബി മൈനസ് സി എന്ന് പറയും. സോ ഇൻ ദിസ് ഓർഡർ എ കഴിഞ്ഞാണ് ബി. അപ്പൊ എ മൈനസ് ബി എന്ന ഓർഡറാണ് പറഞ്ഞെങ്കിൽ എ മൈനസ് ബി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ്, എല്ലാ എക്സുകളുമാണ്. ആ എക്സുകൾ എവിടെ ഉണ്ട്? എയിലുണ്ട്. നേരത്തെ നമ്മള് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും പറഞ്ഞു. A union B എന്ന് പറഞ്ഞാൽ set of all x such that x belongs to A or x belongs to B. ഒന്നുകിൽ A യിൽ അല്ലെങ്കിൽ B യിൽ ഉണ്ടായാൽ അത് A union B ഉണ്ടാവും. A intersection എന്ന് പറഞ്ഞാൽ set of all x such that x belongs to A and x belongs to B. A യിലുണ്ട്, പിന്നെ കൂടാതെ അവർ B യിലുണ്ട്, രണ്ടിലും കോമൺ. ഇത് A minus B ആണ്. A minus B is equal to the set of all x such that x belongs to A. ആ x എവിടെ ഉണ്ട്? A യിലുണ്ട്. കൂടാതെ അല്ലെങ്കിലല്ല ആൻഡ് എയിലുണ്ട്, അതോടൊപ്പം ആ എക്സ് ബിയിലും ഉണ്ട്, അല്ല ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എയിലുണ്ട്, അതോടൊപ്പം ആ സംഖ്യ എവിടെ അല്ല? ബിയിലില്ല. എയിലുള്ള ബിയിലില്ല, അല്ലെങ്കിൽ ബിയിലില്ലാത്ത എയിലുള്ള എലമെന്റ്സ് ആണ് എ മൈനസ്. അതായത് എ ഈക്വൽ ടു 1 2 3 4 5 6, ബി ഈക്വൽ ടു 2 7 10 4 ആണ് എങ്കിൽ എ മൈനസ് ബിത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏത്തെ എലമെന്റ്സുകൾ എല്ലാം ആണ് എങ്ങനെയുള്ള? ബിയിലില്ലാത്ത. അതായത് ഏത്തെ എലമെന്റ്സിനെയാണ് എഴുതേണ്ടത്, എല്ലാം എഴുതണ്ട, അതില് ബിയിൽ വരാത്ത ആളുകളാണ്. 1 ഇവിടെ ഉണ്ട്, ബിയിലില്ലല്ലോ,
അപ്പൊ ഈ 1 എയിലുള്ളവരാണ് ബിയിലില്ലാത്ത. ബിയിലില്ലാത്ത എയിലുള്ളവർ. എയിലുള്ളവരെ ഇവരെ ഇവിടെ കാണാൻ പാടുള്ളൂ. പക്ഷെ ഇവരെല്ലാവരും വരില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലില്ല. 1 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എങ്കിലും എടുക്കാൻ പറ്റില്ല. അതിലില്ലാത്ത ഇതിലുള്ള 3 ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് എടുക്കാം. 4 ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്, പറ്റില്ല. 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, അതുകൊണ്ട് 5 ഉണ്ട്. 6 ഇവിടെ ഉണ്ട്, ഇതില് ഇല്ല, അതുകൊണ്ട് എടുക്കാം. ഇനി ഇവിടെ ആളില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എലമെന്റ്സ് ആണ് ഇതിൽ വരിക. എല്ലാം വരില്ല, ഇതിലില്ലാത്ത. സോ ദിസ് സെറ്റ് ക്ലോസ്. ഇതാണ് എ മൈനസ്. സോ വാട്ട് അബൌട്ട് ബി മൈനസ് എ? ബി മൈനസ് എ is also a set. Set of all x. എല്ലാ എക്സുകളുമാണ് ബി മൈനസ് എ ഉണ്ടാകുക. ബി എന്ന് എ പോകണം. സോ ദാറ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ബി. ആ എല്ലാ എക്സും എവിടെ ഉള്ളവരാ? ബിയിലുണ്ട്, എ ഇല്ലാത്തവരാണ്. സോ ബിലോങ്സ് ടു ബി ആൻഡ് ബിയിലുണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അല്ല, ഓറല്ല, ആരാണ്? ബിയിലുണ്ട്, അതോടൊപ്പം ആ എക്സ് എവിടെ ഇല്ല? എയിലില്ല. എയിലില്ലാത്ത ബിയിലുള്ളവരാണ്. സോ ബി മൈനസ് എ എലമെന്റ്സ് എഴുതുമ്പോ ബിത്തെ എലമെന്റ്സിലേക്ക് നോക്കുക. എന്നിട്ട് അവർ എ ഉണ്ടെങ്കിൽ എഴുതുന്നത്. സോ ബിത്തെ എലമെന്റ്സിലേക്ക് ഇവരാണ് വരികയാണെങ്കിൽ ഇവിടെ വരാം. എല്ലാം വരണമെന്നില്ല, ചില ആളുകൾ വരില്ല. ഇവിടെ നോക്കണം. സോ ബി മൈനസ് എ അപ്പൊ ബിയിലേക്ക് നോക്കും. 2 ഇതിൽ എഴുതണമെങ്കിൽ ഇവിടെ പാടില്ല. ഇവിടെ അല്ലേ ഉണ്ടോ? എങ്കിൽ 2 പറ്റില്ല. 7 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല, എങ്കിൽ 7 ചെയ്യാം. 10 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് 10 ചെയ്യാം. 4 ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്, അതുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് കഴിഞ്ഞു. ഇതാണ് ബി മൈനസ്. ഇതാണ് എ മൈനസ്. എ മൈനസ് ബി അല്ല ബി മൈനസ് എ എന്ന് വ്യക്തമല്ലേ? എ യൂണിയൻ ബി തന്നെയാണ് ബി യൂണിയൻ എ. എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് ബി ഇന്റർസെക്ഷൻ എ. ബട്ട് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. എ മൈനസ് ബി അല്ല ബി മൈനസ് എ. എ മൈനസ് ബിയും ബി മൈനസ് എയും എപ്പോഴെങ്കിലും ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അത് എപ്പോ മാത്രമാണോ? എയും ബിയും ഈക്വൽ ആവുമ്പോൾ മാത്രം. ഓക്കെ, എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആവുകയാണെങ്കിൽ ആ എയും ബിയും ഒരേ സെറ്റ് ആയിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ആണ് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, യു ഈക്വൽ ടു 1 2 3 അപ് ടു 10. 1 മുതൽ 10 വരെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഓക്കെ, അതിലെ ഒരു സബ്ബാണ് എ ബി. എയില് 5 7 8 10. ബിയിലാണ് 1 2 7 10 6. ഇതൊക്കെ ഇതിന്റെ സബായിരിക്കും. യൂണിവേഴ്സലിന്റെ സബായിട്ടാണ് വരിക. ഇതാണ് ഈ റെക്ടാംഗിൾ ഉള്ളതാണ് മുഴുവൻ ഈ എലമെന്റ്സ്. 10 ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അതിന് കുറച്ച് ആളുകൾ ഈ സർക്കിളിനുള്ളിൽ ഉണ്ടാവും. ഇതിനുള്ളിലേക്ക് വരാം 5 7 10 8 ഇവിടെ വരും. ഇതില് 1 2 7 10 6 ഇതിൽ വരും. രണ്ട് സെറ്റിലും കോമൺ ആയി വരുന്ന സ്ഥലമില്ല. അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ. ഇതാണ് എ ഇന്റർസെക്ഷൻ. എയിലും ബിയിലും കോമൺ ആയിട്ട് 7 ഉണ്ട് 10 ഉണ്ട്. സോ 7 10 ഉണ്ട്. ഈ സർക്കിൾ മൊത്തം വരുന്ന എലമെന്റ്സ് 5 7 8 10. അത് ഈ സർക്കിൾ മൊത്തം. ബി എന്ന സർക്കിൾ മൊത്തം വരുന്ന 1 2 7 10 6. അത് ഈ സർക്കിൾ മൊത്തം. രണ്ടിനും കോമൺ ആയിട്ട് ഈ ഭാഗത്ത് ഏതൊക്കെ വരിക? കോമൺ എലമെന്റ്സ്. എക്കും ബിക്കും കോമൺ ആയിട്ട് വരും. അതായത് 1 മുതൽ 10 വരെ ഈ റെക്ടാംഗിൾ ഉണ്ട്. 7 ഉം 10 ഉം രണ്ടിനും കോമൺ ആണ്. 7 ഉം 10 ഉം. സോ ആ 7 ഉം 10 ഉം ഇവിടെ കൊടുക്കും. ഇത് 7 ഉം 10 ഉം. 7 ഉം 10 ഉം. അപ്പോ ഈ 7 ഉം 10 ഉം രണ്ടിനും. ഇനി എയില് ഈ 7 10 എന്ന് പറഞ്ഞ സ്ഥലം രണ്ടിനും കോമൺ ആണ്. ബാക്കി വരുന്ന 5 8 അത് ഏഴ് ബാക്കിയാണ്. അത് ഇവിടെ 5 8. അപ്പൊ ഈ സർക്കിൾ നോക്കാം, എ ഫുള്ളായി. 5 7 8 5 7 8. ഇനി ബി എന്ന സർക്കിള് 7 ഉം 10 ഉം ഓൾറെഡി വന്നു. ഇനി 1 2 6 ആണ്. അത് ഈ ഭാഗത്ത് 1 2 6. അപ്പൊ ഈ സർക്കിളിലേക്ക് നോക്കിയാൽ നമുക്ക് ബി എന്ന കംപ്ലീറ്റ് സെറ്റ്. എയിലും ബി യൂണിയൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഏതൊക്കെ ഉണ്ടാകാം? 5 8 7 10 2 6 1 മൊത്തം വരും. എക്കും ബിക്കും കോമൺ. ഇത് മാത്രം 7 10 വരുന്നത് എ ഇന്റർസെക്ഷൻ. ഈ റെക്ടാംഗിളിന്റെ ഉള്ളിൽ യൂണിവേഴ്സൽ മൊത്തം വരാം 1 മുതൽ 10 വരെ വരുന്നത്. അതിന് 1 ഉണ്ട് 2 ഉണ്ട് 3 വന്നിട്ടില്ല എങ്കിൽ 3 ഈ ഭാഗത്ത് എവിടെ കൊടുക്കണം?
ഈ സർക്കിളിന്റെ പുറത്ത് 3 കൊടുക്കും. 4 കാണില്ല, അവിടെ കൊടുക്കണം. 5 ഉണ്ട്, 6 ഉണ്ട്, 7 അവിടെ ഉണ്ട്, 8 ഉണ്ട്, 9 ഇല്ല, അവിടെ കൊടുക്കും. ഇവര് എയും ബിയും ഇല്ലാത്തവരാണ്. അപ്പൊ 1 2 3 4 5 6 7 8 9. ഇപ്പൊ ഈ റെക്ടാങ്കിൾ ഉള്ളിൽ നോക്കിയാൽ യൂണിവേഴ്സൽ മൊത്തമാണ്. ഈ സർക്കിളിന്റെ ഉള്ളിൽ എ എലമെന്റ്സ് ആണ്, ഈ സർക്കിളിന്റെ ഉള്ളിൽ ബി എലമെന്റ്സ്, രണ്ടിനും കോമൺ ആയിരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്താൽ ഈ സർക്കിളും ഷെയ്ഡ് ചെയ്താൽ അതാണ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യും. ഇതും ഒക്കെ ഷെയ്ഡ് ചെയ്യും. ഇതാണ് എ യൂണിയൻ ബി. ഇത് മാത്രം ഷെയ്ഡ് ചെയ്താൽ ഈ സെക്ഷൻ മാത്രം, അതാണ് എ ഇന്റർസെക്ഷൻ ബി. എക്കും ബിക്കും ഈ ഒരു ഭാഗം ഇത് മാത്രം, ഇങ്ങനെയല്ല. ഈ ഒരു ഭാഗം ഇതാണ് മൊത്തം, ഈ സർക്കിൾ മൊത്തം എ ആണ് സെറ്റ്. എ എന്നുള്ള സെറ്റിൽ നിന്നും ഇത്ര ഭാഗം പോയി എന്ന് പറഞ്ഞാൽ ബിക്കും പാടുള്ള കോമൺ പോയി. എ എന്നുള്ള സെറ്റിൽ നിന്നും ബി എലമെന്റ്സ്, എയിൽ നിന്ന് ബി ഒഴിവാക്കി. ഇതാണ് ഈ സെക്ഷൻ, ഇതാണ് എ മൈനസ് ബി. എ മൈനസ് ബി ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ അല്ല ഇങ്ങനെയല്ല. ഈ ഒരു സെക്ഷൻ അത് മൊത്തം എടുത്താൽ ബി ആയിരുന്നു. അതിൽ നിന്നും ഏത്തെ ടീം ഒഴിവാക്കി, അതാണ് ബി മൈനസ് ബി. ഓക്കെ, അപ്പൊ ഈ ഭാഗം എ മൈനസ് ബി, ഈ ഭാഗം ബി മൈനസ് എ, ഇത് എ ഇന്റർസെക്ഷൻ. ഈ രണ്ടെണ്ണം ചേർന്നാൽ എ എന്നുള്ള സെറ്റ് ആവും, മുഴുവനാവും. ഈ രണ്ടെണ്ണം ചേർന്നാൽ ബി മുഴുവനാവും. അതായത് എ മൈനസ് ബിയുടെ കൂടെ എ ഇന്റർസെക്ഷൻ ബിയുടെ ചേരുമ്പോഴാണ് എ എന്നുള്ള സെറ്റ് ആയത്. എ മൈനസ് ബി എന്നുള്ള ഈ ഒരു കഷ്ടവും, എ മൈനസ് ബി എന്നുള്ള കഷ്ടവും, പിന്നെ ഈ ഒരു സെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി, ഇതിന്റെ രണ്ടിന്റെയും പാട് യൂണിയൻ എടുക്കുമ്പോഴാണ് ഉണ്ടാവുക എ എന്നുള്ള സെറ്റ് ആണ്. ഇതും ചേരുമ്പോഴാണ് ബി ആണ്. ഇത് മാത്രമാണെങ്കിൽ ബി മൈനസ് എ, ഇതും കൂടെ ചേരുമ്പോഴാണ് ബി ആണ്. എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും ചേരും. എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും പാടെ യൂണിയൻ എടുത്താൽ അതായിരിക്കും ഇത് ബി എന്ന സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു 2 4 6 8 10, B equal to 1 2 3 4 5 6 7, C equal to 2 3 4 11 20, and D equal to 1 9 6 4 11 10. A minus B യും C minus A, B intersection D, C union B, D minus A, A union B union C ഇതൊക്കെ കാണും. ഓക്കെ, തുടങ്ങാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്തെ എല്ലാ എലമെന്റ്സും എഴുതണം, ബി ഇല്ലാത്ത, എയിലുള്ളതും ബി ഇല്ലാത്തതും. അപ്പൊ എയിലേക്ക് നോക്കിയാൽ മതി, എയിലേക്ക് നോക്കുക, എത്തെ എലമെന്റ്സ് എടുക്കുക, ബിയിലേക്ക് നോക്കുക, ബിയിലുണ്ടെങ്കിൽ അത് എഴുതെടുക്കുക, അല്ലെങ്കിൽ എഴുതും. അപ്പൊ എയും ബിയിലും ഇവരെയാണ് എഴുതേണ്ടത്. എ മൈനസ് ബി അല്ലേ, ഇവരെയാണ് എഴുതേണ്ടത്. അവർ അതിലുണ്ടെങ്കിൽ എഴുതാൻ പാടില്ല. 2 അതിലുണ്ടോ, ഉണ്ട് അല്ലെ, അതുകൊണ്ട് ഇവിടെ എഴുതാൻ പറ്റും. 4 അവിടെ ഉണ്ട്, എഴുതണ്ട. 6 ഇവിടെ ഉണ്ട്, എഴുതണ്ട. 8 ഇവിടെ അല്ലല്ലോ, അതുകൊണ്ട് എഴുതാം. 10 അവിടെ അല്ല, അതുകൊണ്ട് എഴുതാം. കഴിഞ്ഞു. ഇനി അവിടെ ഇങ്ങോട്ട് നോക്കണ്ട, അത് ബി മൈനസ് എന്റെ കഥ. ഇനി സി മൈനസ് എ, സിയിലേക്കാണ് നോക്കേണ്ടത്. സി എലമെന്റ്സുകളാണ് എഴുതേണ്ടത്. അവർ എയിലുണ്ടെങ്കിൽ ഒഴിവാക്കും. സോ സിയിലേക്ക് നോക്കാം, ഇവരെയാണ് എഴുതേണ്ടത്. എല്ലാം എഴുതണ്ട, അതിൽ വന്നിട്ടുണ്ടെങ്കിൽ എ വന്നിട്ട് എഴുതണ്ട. 2 അവിടെ ഉണ്ട്, എഴുതണ്ട. 3 അവിടെ ഇല്ല, അതുകൊണ്ട് എഴുതാം. 4 അവിടെ ഉണ്ട്, എഴുതാൻ പറ്റും. 11 അവിടെ ഇല്ല, അതുകൊണ്ട് എഴുതാം. 20 അവിടെ ഇല്ല, എഴുതാം. ഇനി ബി ഇന്റർസെക്ഷൻ, ബിക്കും ഡിക്കും കോമൺ, ബിക്കും ഡിക്കും കോമൺ ആണ്. ഇതാണ് ഡി, ഇതാണ് ഡി. ചെറിയ സെറ്റിലേക്ക് നോക്കിയാൽ മതി, കോമൺ ആണ്. രണ്ടും ഏകദേശം ഒരേ എണ്ണം. 1 ഇതിലുണ്ട്, ഇതിലുണ്ട് അല്ലേ. ഓക്കെ, 2 ഇതിലുണ്ട്, ഇതിലില്ല. 3 ഇതിലുണ്ട്, ഇതിലില്ല. 4 ഉണ്ട്, ഇതിലുമുണ്ട് 4, രണ്ടിലും കോമൺ 4 ഉണ്ട്. 5 ഇവിടെ ഉണ്ട്, ഇതിലില്ല. 6 ഇതിലുണ്ട്, ഇതിലുമുണ്ട്, കൊടുക്കാം. 7 ഇതിലുണ്ട്, ഇതിൽ ഇല്ല, അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞു. 1 4 6. അടുത്തത്
സിക്കും ബിക്കും മൊത്തം യൂണിയൻ, സിയും ബിയും യൂണിയൻ. ഇതാണ് സി, ഇതാണ് ബി. മൊത്തം യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഒന്നിച്ചിട്ട് എഴുതിയാൽ മതി. സോ ആദ്യം സി പോലെ എഴുതിക്കും 2 3 4 11 20. ഏതെങ്കിലും ഒരു സെറ്റ് ഫുൾ ആണ് ഇത്, മറ്റൊരു വലിയ സെറ്റ് ഇതാണ്, പിന്നെ ചെറുത് കുറച്ച് തന്നെയാണ്. 2 3 4 11 20. ഇതാണ് സി താണ്. ഇതിലേക്ക് ബി എലമെന്റ്സ് ആണ് എഴുതുക. 1 ഇവിടെ ഇല്ല, അതുകൊണ്ട് കൊടുക്കാം. എവിടെയും കൊടുക്കാം, ഇവിടെ എഴുതാം. 2 3 1, 4 5 4 1 5 ഇല്ല, 6 7 6 വന്നിട്ടില്ല, 7 6 വന്നില്ല, 7 വന്നില്ല. ഇത്രയുമാണ് സി യൂണിയൻ. ഇനി ഡി മൈനസ് എഴുതുമ്പോ നോക്കുക, ഡി എലമെന്റ്സുകൾ എഴുതണം, ഏഴുണ്ടെങ്കിൽ എഴുതാം. ഡിയിലേക്ക് നോക്കുക, 1 ഏഴില്ല, അതുകൊണ്ട് എഴുതാം. 9 ഇല്ല, അതുകൊണ്ട് എഴുതാം. 6 ഉണ്ട്, എഴുതാൻ പറ്റും. 4 ഉണ്ട്, എഴുതാൻ പറ്റും. 11 ഇല്ല, അതുകൊണ്ട് എഴുതാം. 10 ഉണ്ട്, എഴുതാൻ പറ്റില്ല, കഴിയും. അടുത്തത് എ യൂണിയൻ ബി യൂണിയൻസ്. എക്കും ബിക്കും സിക്കും മൊത്തം യൂണിയൻ ചെയ്താൽ ഈക്വൽ ടു ആദ്യം ഏറ്റവും നിരത്തി ചെയ്താൽ പിന്നെ ബി തോല് സി തോല് എഴുതാം. ഏത് എലമെന്റ്സ്? 2 4 6 8 10. ഇനി 1 ഇവിടെ വന്നിട്ടില്ല, 2 വന്നു, 3 വന്നിട്ടില്ല, 4 വന്നിട്ടുണ്ട്, 5 വന്നിട്ടില്ല, 6 ഇവിടെ ഉണ്ട്, 7. ഇനി എ ബി സി അല്ലേ, 2 3 4 2 1 3 1 4 11 20 വന്നിട്ടില്ല. സോ 11 20. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ്. ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് യു. Then the complement of the set A is the set of all elements in the universal set which are not the element in the set A. U എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റ്, എ എന്നുള്ള സെറ്റ് എടുക്കുന്നതിന്റെ സബായിട്ട്. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലിലെ എല്ലാ എലമെന്റ്സുമാണ്. എങ്ങനെയുള്ള? എ ഇല്ലാത്ത. യു ഈക്വൽ ടു ഒരു സെറ്റ്, അതിന്റെ സബാണ് എ. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള സെറ്റിന്റെ കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് എന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിന്റെ എല്ലാ എലമെന്റ്സും എഴുതണം. ഏതിലില്ലാത്ത? എയിലില്ലാത്ത എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. 1 2 3 up to 10. ഇതില് 2 4 6 ആണ്. ഇതിന്റെ സബാണ്. അപ്പോഴേ കോംപ്ലിമെന്റ് പറയും. കോംപ്ലിമെന്റ് പറയണമെങ്കിൽ യൂണിവേഴ്സലിൽ നിന്നും ഒരു സെറ്റിനെ ഒഴിവാക്കി നിർത്തുമ്പോഴാണ് കോംപ്ലിമെന്റ് കിട്ടുക. സോ ആ സെറ്റ് യൂണിവേഴ്സലിന്റെ സബായിരിക്കും, അവർക്ക് കോംപ്ലിമെന്റ്. എങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അത് സെറ്റ് യു മൈനസ് എ ആണ്. എന്ന് പറഞ്ഞാൽ അടുത്ത എലമെന്റ്സ് എല്ലാ എക്സുകളും belongs to യൂണിവേഴ്സൽ, belongs to യു ആണ്. അതോടൊപ്പം ഏതിലില്ലാത്തവരാണ്? എയിലില്ലാത്ത യൂണിവേഴ്സൽ. Set of all x belongs to the universal and x does not belongs to. എയിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അതായത് എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂന്ന് എ പുറത്ത്, ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമോ? അങ്ങനെ 1 മുതൽ 10 വരെ അല്ലേ, ആദ്യത്തെ എലമെന്റ്സ് ഇതാണ് ഒഴിവാക്കിയത്. അപ്പൊ 1 2 3 4 5 അങ്ങനെ എക്സെട്രാ 10. അതിന്റെ ഇവരുടെ 1 2 ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ വരില്ല. 3 ഏതാ? 4 ഇവിടെ ഒന്നും പറ്റില്ല. 5 6 ഉണ്ട് ഇവിടെ, 7 8 9. അതായത് ഈ ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റും ചേർന്നാൽ ഇതാണ്. ഇതിൽ നിന്ന് എ ഒഴിവാക്കിയതാണ്. എല്ലാ എലമെന്റ്സും എഴുതണം, എയിലില്ലാത്ത. 2 4 6 അല്ലാത്ത ബാക്കിയാണ് അവിടെ. 1 3 അതാ 3 4 5 6 7. ഇതാണ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന ആ സെറ്റിനെ യൂണിവേഴ്സലിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്ന സെറ്റ്. ഒരു റെക്ടാംഗിൾ, ഒരു സ്ക്വയർ. ഈ റെക്ടാംഗിൾ ഉള്ള എലമെന്റ്സ് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതിലൊരു സബാണ് ഈ ഒരു ഭാഗം, ഈ ഒരു സർക്കിൾ വരുന്ന ഭാഗം, അതാണ് എ എന്നുള്ള സെറ്റ്. ഇത് മൊത്തം യൂണിവേഴ്സൽ. ഈ മൊത്തം സ്ഥലത്ത് നിന്ന് ഈ ഭാഗമാണ് ഒഴിവാക്കുക.
അപ്പോൾ കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ നിൽക്കുന്ന സ്ഥലമല്ലാത്ത ഈ സ്ഥലം കണ്ടോ, അത് മൊത്തം യൂണിവേഴ്സിൽ നിന്നും എ ഒഴിവാക്കിയതാണ്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന യൂണിവേഴ്സിൽ നിന്നും ആ സെറ്റിനെ ഒഴിവാക്കും, യു മൈനസ്. ഓക്കെ, ഇതാണ് അതിന്റെ വെൻ ഡയഗ്രം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യു ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി. എ ഈക്വൽ ടു എ ഡി ഇ, ബി ഈക്വൽ ടു ഡി എഫ്, സി ഈക്വൽ ടു എ ബി സി ഡി. യൂണിവേഴ്സിന്റെ സബുകളായിരിക്കണം ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ്സുകൾ മാത്രമായിരിക്കണം ഇതിലുണ്ടാവുന്നത്. പുറത്തുനിന്ന് എലമെന്റ്സ് കൊടുക്കുക, അപ്പോഴേ കോംപ്ലിമെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യൂണിവേഴ്സിന്റെ സബ് ആയിരിക്കണം ഇത്. കണ്ടുപിടിക്കുന്നത് എ യൂണിയൻ ബി കാണാം, ബി ഇന്റർസെക്ഷൻ സി കാണാം. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് സി മൈനസ് എ കാണാം, സി മൈനസ് സിയുടെ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി എങ്ങനെ കാണാം? എയുടെയും ബിയുടെയും യൂണിയൻ ക്ലബ് ചെയ്താൽ എയും ബി ക്ലബ് ചെയ്യാം. സോ ഈക്വൽ ടു ഏതൊക്കെ വരാം? ഒരു എ ഡി ഇ അല്ലേ. ഇനി ബി എലമെന്റ്സ് ആരൊക്കെ? ഡി എഫ്, ഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇനി ബാക്കിയുള്ള എഫ്. ബി ഇന്റർസെക്ഷൻ സി, ബിക്കും സിക്കും കോമൺ, ബിക്കും സിക്കും കോമൺ, ഇതിലും ഇതിലും കോമൺ. ഡിയും എഫും ഇതിന് ഡി ഉണ്ട്, രണ്ടിലും ഡി ഉണ്ട് കോമൺ അല്ലെ. എഫ് ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് ഇതിന്റെ ഡി മാത്രമാണ്. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ ഒഴിവാക്കുക യൂണിവേഴ്സിൽ. എയുടെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ എ ഒഴിവാക്കുക, യൂണിവേഴ്സ് യു മൈനസ് ആണ്. ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഈ സെറ്റിനെ ഒഴിവാക്കുക. എ യൂണിയൻ ബി ഒഴിവാക്കുക. എന്നാൽ എ യൂണിയൻ ബി, എ യൂണിയൻ ബി ഇതാണ് എങ്കിൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതില് ഇല്ലാത്ത ഇതിലുള്ള യു മൈനസ് യൂണിവേഴ്സ് ഒഴിവാക്കുന്നത്, ഇതല്ലാത്ത യു ആണ്. ഇതാണ് എ യൂണിയൻ ബി. അതുകൊണ്ട് അവരുടെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഇതല്ലാത്ത ബാക്കി മുഴുവൻ ഇതിലെ. അപ്പൊ നോക്കാം, എ ഉണ്ട്, ഇതിൽ പറ്റില്ല. ബി ഇതിലില്ല, അതുകൊണ്ട് എഴുതാം. സി ഇതിലുണ്ട്, ഇതിലില്ല, എഴുതാം. ഡി ഇതിലും ഇതിലും ഉണ്ട്, പറ്റില്ല. ഇ ഇതിലുണ്ട്, ഇതിലുണ്ട്. എഫ് രണ്ടിലും ഉണ്ട്, പറ്റില്ല. ജി. ഇതാണ് അതിന്റെ കോംപ്ലിമെന്റ്. ഈ സെറ്റും അതിന്റെ കോംപ്ലിമെന്റ് ചേർന്നാൽ ഇത് മുഴുവനാകും. ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റ് ചേർന്നാൽ എപ്പോഴും യൂണിവേഴ്സൽ ആകും. യൂണിവേഴ്സൽ ഒഴിവാക്കിയതാണ്. ഇനി സി മൈനസ് എ. സി മൈനസ് എ ഡിഫറൻസ് ആണ്. സിത്തെ എല്ലാ എലമെന്റ്സ് എഴുതണം, ഏതുണ്ടെങ്കിലും ഒഴിവാക്കണം അല്ലെ. സോ സി മൈനസ് എ ഈക്വൽ ടു നോക്കാം. സിത്തെ എലമെന്റ് പറഞ്ഞോളൂ, എ ബി സി ഡി. ഏതിലുണ്ട് ഒഴിവാക്കാം. ഇതാണ് സിത്തെ എലമെന്റ്സ്, ഏതിലും ഒഴിവാക്കണം. എ അതിലുണ്ട്, പറ്റൂല. ബി അതിലില്ല, എഴുതാം. സി അതിലില്ല, എഴുതാം. ഡി രണ്ടിലുണ്ട്, പറ്റില്ല. ഇതാണ് സി മൈനസ് എ. ഇത് സി മൈനസ് എ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത ബാക്കി മുഴുവൻ യൂണിവേഴ്സിൽ ഒഴിവാക്കാം. ഇവനെ യൂണിവേഴ്സിൽ ഒഴിവാക്കാം. ഇതല്ലാത്ത ബാക്കി മുഴുവൻ ഏതൊക്കെ? എ പറ്റും, ബി പറ്റില്ല, സി പറ്റില്ല, ഡിയും ഇയും എഫും ജിയും പറ്റും. ഇതാണ് അതിന്റെ കോംപ്ലിമെന്റ്. ഇത് ചേർന്നാൽ ഈ സെറ്റ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതിന് മുമ്പ് നമുക്ക് നോക്കാം. ഒരു യൂണിവേഴ്സ് എടുക്കുക, 1 2 3 4 5. അതിന്റെ ഒരു സബാണ് എ ഈക്വൽ ടു 1 അല്ലെ. ഇതിന്റെ സബാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് ജസ്റ്റ് പറഞ്ഞതിന്റെ കോംപ്ലിമെന്റ് എന്താ? 1 3 അല്ലാത്ത ബാക്കി ഫുള്ള് 2 ഉണ്ടാവും. 1 ഇവിടെ ഉണ്ട്, 2 3 ഇവിടെ ഉണ്ട്, 4 ഇതല്ലേ അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ എ എന്നുള്ള സെറ്റും അതിന്റെ കോംപ്ലിമെന്റും ചേർന്നാൽ ഈ സെറ്റ് തന്നെയാണ്. ഇതിലില്ലാത്ത മുഴുവൻ ഇതിലുണ്ടാവും, ഇതിലില്ലാത്ത മുഴുവൻ ഇതിലുണ്ടാവും. അപ്പൊ ഇതും ഇതും ചേർന്നാൽ ഇതും, ഇതിത്തെ ഒരു എലമെന്റും ഇതിലുണ്ടാവില്ല. ഇതൊന്നും ഒരു ബന്ധമല്ല അല്ലെ. അതൊക്കെ തന്നെ അവിടെ പറയുന്നത്. എയും എയുടെ കോംപ്ലിമെന്റും ചേർന്നാൽ യൂണിയൻ എടുത്താൽ ആ മുഴുവൻ കിട്ടും. ഇതും ഇതും യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? യൂണിവേഴ്സ് കിട്ടും. ഇതിലില്ലാത്ത ഇതിലുള്ള എലമെന്റ്സ് അല്ലേ ഇവിടെ അല്ലെ. അപ്പൊ എയും എയുടെ കോംപ്ലിമെന്റുള്ള സെറ്റ് യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? യൂണിവേഴ്സൽ കിട്ടും. എയിലുള്ള എലമെന്റ്സും എയുടെ കോംപ്ലിമെന്റ്സ് എലമെന്റ്സും കോമൺ ആയിരിക്കും. രണ്ടിലും ഇന്റർസെക്ഷൻ, ഇതിനും ഇതിനും ഇന്റർസെക്ഷൻ എടുത്താൽ രണ്ടിലും കോമൺ ആയിട്ടില്ലല്ലോ. ഇതിലില്ലാത്തവരിൽ ഇതിൽ വരിക. രണ്ടിന്റെ ഇന്റർസെക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല, 5 ആയിരിക്കും. പിന്നെ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ യൂണിവേഴ്സൽ ഒഴിവാക്കും. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ ഒഴിവാക്കും. അപ്പൊ യൂണിവേഴ്സലിന്റെ കോംപ്ലിമെന്റ് എന്നാ യൂണിവേഴ്സൽ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് യൂണിവേഴ്സലിന്റെ കോംപ്ലിമെന്റ്. പിന്നെ 5ന്റെ കോംപ്ലിമെന്റ് ഒന്നുമില്ലാത്തതിന്റെ കോംപ്ലിമെന്റ് മുഴുവൻ. 5ന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സലിന്റെ കോംപ്ലിമെന്റ് 5 ആണ്. ഓക്കെ, പിന്നെ എ എന്നുള്ള സെറ്റിന്റെ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്
എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എടുത്തിട്ട് കോംപ്ലിമെന്റ്. എന്റെ കോംപ്ലിമെന്റ് തന്നെ. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്തോക്കാം. ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഇതല്ലാതെ ബാക്കി മുഴുവൻ അതേ തന്നെ ഇതിൽ വരിക. അപ്പോൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ ആ സെറ്റ് തന്നെയാണ്. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു സെഷൻ അവസാനിക്കാണ്. അടുത്ത സെഷനിൽ പുതിയ ക്വസ്റ്റ്യനുമായിട്ട് പുതിയ കൺസെപ്റ്റുമായി തിരിച്ചു. ഓക്കെ.